ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിന് അരി അരക്കണ്ട, കുതിർക്കണ്ട, കുഴക്കണ്ട. ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല. കൊളസ്ട്രോള്, പ്രഷർ, ഷുഗറുള്ളവർക്കൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഈ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് വെജിറ്റബിൾസൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത്, എണ്ണ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. കൂടുതൽ എണ്ണ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ആരോഗ്യം നോക്കി അതിനനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കടുകും ഒന്ന് മൂത്ത് വരണം. ഈ സമയത്ത് നിലക്കടല ചേർത്ത് കൊടുക്കാം. വറുക്കാത്ത നിലക്കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിലക്കടലയൊക്കെ നമുക്ക് എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഉഴുന്നുപരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നിലക്കടലയും ചേർത്ത് നിലക്കടലയൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത്, ഇതൊക്കെ കൂടുതലായാലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2 വറ്റൽമുളക്, ഇനി ഇതൊന്ന് വാടി വന്നാൽ മതി. ക്യാപ്സിക്കം ഒന്ന് ചെറുതായി വാടിയാൽ മതി. അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കണം. കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്, ഒരു പൊടി മുരിങ്ങയില. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. മുരിങ്ങയിലെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ എണ്ണമൊക്കെ നമുക്ക് വേണ്ടുന്നതിനനുസരിച്ച് കൂട്ടാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എണ്ണം കൂട്ടിയെടുക്കാം. ഇത്ര മതിയും. ക്യാരറ്റും മുരിങ്ങയിലെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്ത് 1 മിനിറ്റ് ഇളക്കാതെ വച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇതുപോലെ മുട്ടയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല രുചിയാണിത്. ഇതുപോലെ നിങ്ങൾ മുട്ടയെല്ലാം ചേർത്ത് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് ഇനി ഇതിലേക്ക് 2 പിടി അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവൽ നേരിയ വെള്ള കളർ അവലല്ല, കട്ടിയുള്ള ബ്രൗൺ കളർ അവലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് ഇതിലിങ്ങനെ ഇതുപോലെ കഴുകി പിഴിഞ്ഞ് വാരി അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം തന്നെ ചെയ്ത് വെക്കാം. നമ്മൾ വറവ് ശരിയാക്കുന്ന ഇതിന് മുമ്പിലേ ഇതുപോലെ ചെയ്ത് വെച്ചാൽ വറവ് ശരിയാകുമ്പോഴത്തേക്ക് ഇത് നല്ല സോഫ്റ്റായി വരും. ഇനി ഇത് വറവിലേക്ക് ഇട്ട് കൊടുക്കണം. വൃത്തിയാക്കി വെച്ച അവൽ ഈ വറവിലേക്ക് ഇട്ട് വെക്കണം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ്. ഇഷ്ടമില്ലവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നല്ലപോലെ ഇളക്കി
കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യും പഞ്ചസാരയും ഇട്ട് കൊടുത്താൽ മതി. കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്തു. നല്ല രുചിയുള്ള അവലുപ്മാവ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്താ ടേസ്റ്റ് എന്നറിയോ? ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിൽ പഞ്ചസാര ഇഷ്ടമില്ലവർക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. താങ്ക് യു.